ഇന്ന് ഞങ്ങൾ നൂൽപ്പൊറാട്ട ഉണ്ടാക്കിയിട്ട് കുത്തു പൊറാട്ട ഉണ്ടാക്കാനുള്ള ഒരു തിരക്കിലാട്ടോ. കുറേ ദിവസമായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഈ ഒരു സാധനം ഉണ്ടാക്കി വെക്കണമെന്ന്. നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല തകൃതിയിട്ട പണിയിലാണ് കേട്ടോ. ഒരാൾ പൊടിയെടുക്കണ്, ഒരാൾ നൂൽപുട്ടിൻ്റെ അച്ചെടുക്കണ്, ഒരാൾ പരത്തണ്. അങ്ങനെ ഭയങ്കര പണിയാണ്. സന്തോഷേട്ടൻ പോയിട്ട് ആഗ്രഹങ്ങളൊന്നും മനസ്സിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മൈദപ്പൊടിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് നമ്മളെല്ലാം പണിയിലാണ് കേട്ടോ. കാണാൻ വലിയ ലുക്കൊന്നുമില്ല നമ്മളിത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് ഉണ്ടാക്കി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ തിന്നാനായിട്ട്. കുറേ നേരം പണിയെടുത്തതിൻ്റെ ശേഷമാണ് ഇത് ഈ ഒരു കോലത്തിലായി കിട്ടിയത്. എന്നാലും കൂടിയിട്ട് കണ്ടോ ഏകദേശമൊക്കെ ഒരു ഷേപ്പൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. അമ്മ അതാ കുറേ കുത്തി മാന്തിയൊക്കെ നോക്കണുണ്ട് കേട്ടോ. കണ്ടില്ലേ നമ്മളെ പൊറാട്ട കുഴപ്പമില്ല അല്ലേ. അപ്പോൾ നമ്മൾ പരിപാടിക്ക് കിടക്കാം അല്ലേ. ആദ്യം ഇതാ നമ്മൾ ഒരു വല്യുള്ളി എടുത്തിട്ടുണ്ട്, അതും ഒരു പച്ചമുളക് കൂടി വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വഴറ്റിയെടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ഗ്രേവി ഉണ്ട് കേട്ടോ, അത് കാരണമാണ് കുറച്ച് മതി എന്ന് പറഞ്ഞത്. പിന്നെ അതിലേക്ക് ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് വഴറ്റി കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു മസാലയൊന്നും ചേർക്കണ്ട കേട്ടോ. ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത്രയും മതി സാധനങ്ങൾ. ഇതെല്ലാം കൂടി ഇങ്ങനെയൊന്ന് എണ്ണയിൽ വാട്ടി കൊടുക്കുക. കണ്ടില്ലേ, അതിൻ്റെ ശേഷം അപ്പൂസ് നമ്മൾ ഉണ്ടാക്കി വെച്ച പൊറാട്ടേനോട് മല്ലിക്കെട്ടാണ്. ഇതിങ്ങനെ പൊടിച്ചതിന് ശേഷം ഇതും ഈ ഒരു ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കറി ഇതിക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇതിലെ കഷ്ണമൊക്കെ നമ്മൾ തീർത്തിട്ടുണ്ട്. ഈ കറി ഇതിക്ക് ഒഴിച്ചെടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. ഇതാണ് നമ്മളെ കുത്തു പൊറാട്ട. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.